സബ്സിഡി സമ്പ്രദായത്തിൽ പുനഃപരിശോധന നടത്തുമെന്ന സൂചനയാണ് റിയാദിൽ ചൊവ്വാഴ്ച നടന്ന മൈനിംഗ് കോൺഫറൻസിനിടെ പെട്രോളിയം മന്ത്രി അലി അൽ നഈമി നൽകിയത്. ആഭ്യന്തര വിപണിയിലെ എണ്ണവില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പഠനം പുരോഗമിക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചു. രാജ്യാന്തര വിപണിയിൽ എണ്ണവില വൻതോതിൽ ഇടിഞ്ഞ സാഹചര്യത്തിൽ മേഖലയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളോട് സബ്സിഡി കുറയ്ക്കാൻ IMF ഉൾപ്പെടെയുള്ള വേദികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഗ്യാസോലിൻ, പെട്രോൾ, പാചകവാതകം എന്നിവ ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് സൗദി അറേബ്യ ആഭ്യന്തര വിപണിയിൽ വിതരണം ചെയ്യുന്നത്. വിദേശികൾ ഉൾപ്പെടെ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. ചെറിയ തോതിലുള്ള സബ്സിഡി കുറച്ചാൽ പോലും കോടിക്കണക്കിന് റിയാൽ സർക്കാരിന് പ്രതിവർഷം ഇതിലൂടെ നേടാൻ കഴിയുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സബ്സിഡി സംബന്ധിച്ച ഏതു തീരുമാനത്തിനും രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയുടെ അംഗീകാരം നേടേണ്ടി വരും. പെട്രോളിയത്തിനും പ്രകൃതിവാതകത്തിനുമായി സൗദി അറേബ്യ പ്രതിവർഷം $107 ശതകോടി സബ്സിഡിയായി ചെലവഴിക്കുന്നതെന്നാണ് കണക്കുകൾ. എണ്ണവിലയിടിവ് ലോകരാജ്യങ്ങളിൽ വിലക്കുറവിന് കാരണമാകും. ഉൽപാദക രാജ്യങ്ങൾ ആഭ്യന്തര വിപണിയിലെ വിലവർദ്ധനവിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്.